ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അധികം എണ്ണൊന്നും കുടിക്കാതെ വളരെ സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈവനിങ്ങിൽ ചായയുടെ കൂടെ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കറി വെച്ചിട്ട് കഴിക്കാനും കൂടെ പറ്റുന്നതായിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കിതാ ഒരു അര കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അര കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കിതാ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു 8 എണ്ണമൊക്കെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ചെറുതായതുകൊണ്ടാണ് 8 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങനെ ചതച്ചെടുക്കണേ. അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കാൻ പാടില്ലേ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 250 ml കപ്പിന് 2 കപ്പോളം അരിപ്പൊടി വെച്ചിട്ടാട്ടോ ഈ ഒരു പൊരിച്ച പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണേ. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതാ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചച്ചോക്ക് ഒന്ന് പോകുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്. കളറൊന്നും അങ്ങനെ ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ച ചോക്കൊന്ന് പോയി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത അതേ കപ്പ് തന്നെ കേട്ടോ. ഏതിലാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് ആ ഒരു സെയിം കപ്പ് തന്നെ എടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ് എടുക്കാനും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണേ. അതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആയാൽ മാത്രമേ നമ്മളിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ പെട്ടെന്ന് അങ്ങ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. 2 മിനിറ്റോളം ആ ഒരു ചൂടിൽ തന്നെ അങ്ങനെ കിടക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ അടച്ച് വെക്കുന്നത്. അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ട്രേയിലോട്ട് ഇതങ്ങ് മാറ്റിയെടുക്കാം. ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് സുഖമായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ട്രേ നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ആ ഒരു ഇതങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം ചൂട് തന്നെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ചൂടോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടുക കേട്ടോ. അപ്പോൾ കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവാന്നുണ്ടെങ്കിൽ നമ്മളൊരു വെള്ളത്തിൽ തൊട്ടിയതിന് ശേഷം അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. കൈ നല്ല ചൂടുണ്ടാവും. പക്ഷെ ആ ഒരു ചൂടോട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ.
നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ആണല്ലേ, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ വിള്ളലുകളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ വിള്ളലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കുഴച്ചെടുത്തത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി നമുക്കിതൊരു 4 പോർഷൻ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒരു പോർഷനാക്കി മാറ്റിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 4 പോർഷൻ ആക്കിയിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അങ്ങ് പരത്തിയെടുക്കാം. വല്ലാണ്ടങ്ങ് തിന്നാക്കി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കട്ടിക്ക് തന്നെ കേട്ടോ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പൊരിച്ച പത്തിരി വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള ഒരു കട്ടർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് വെച്ചിട്ടാട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാക്കിയിട്ട് പരത്തി എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ എടുത്തിട്ട് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ 3-4 പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പോർഷൻ ആക്കിയതുകൊണ്ടാണ് ഇത്ര അധികം ഇല്ലാത്ത കേട്ടോ. 2 കട്ട് ചെയ്തെടുത്തിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കട്ടി വേണേ. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. ഇപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഈ ഒരു ഇതിൽ കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണേ. ഇനി നമ്മളിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ ചൂടായി വന്നതിലേക്ക് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ അധികം എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അങ്ങനെയാണ് നമ്മളിത് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സിമ്മിലോട്ട് മാറ്റാൻ പാടില്ല കേട്ടോ. സിമ്മിലോട്ട് മാറ്റിയാലാണ് ഈ എണ്ണ കുടിക്കലൊക്കെ കൂടി പോവുക. അപ്പോൾ ഇതൊട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് താഴ്ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് ആയി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മളെ പൊരിച്ച പത്തിരിയുടെ കളറൊക്കെ അങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. അത് ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് കോരിയെടുക്കാം കേട്ടോ. തീ ഫുള്ളിലാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് കോരിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് കറി ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇറാനി ചിക്കനാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.